ടേസ്റ്റിയും അതുപോലെ തന്നെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റ് ഉപയോഗിച്ചാണ്. ഞാനിവിടെ 2 അത്യാവശ്യം വലുപ്പമുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് ഇനി ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി. ആ ഒരു പാകാകുന്നത് വരെ മാത്രം ഇത് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം മിക്സറിൻ്റെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാനിതിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1/4 കപ്പ് പ്യൂരിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1/2 കപ്പ് റവയിട്ട് ഒന്ന് വറുത്തെടുക്കാനാണ് പോകുന്നത്. റവ ഞാനിപ്പോൾ ഇവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക. നിങ്ങൾ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചെയ്തോളൂ. ഒന്ന് നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. കളർ മാറേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്കിംഗ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും റവ പാലിൽ കിടന്ന് നന്നായിട്ട് തന്നെ കുറുകി വരും. കട്ടകൾ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് യോജിപ്പിച്ചെടുക്കാൻ മറക്കരുത്. ഇതുപോലെ നന്നായിട്ട് കട്ടിയായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്യൂരി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തതാണ്. അത് റവയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടലായിട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഈ ഒരു പലഹാരത്തിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല കട്ടിയായിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടാകും. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടോ കുറക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഇതൊരു ആവശ്യത്തിനുള്ള മധുരം മാത്രമേ കാണുള്ളൂ. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് യോജിച്ച് വരും. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാനിൽ നിന്നൊക്കെ റിലീസായിട്ട് വരുന്ന ആ ഒരു പാകാകുന്നത് വരെയാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പാകത്തിലാകുമ്പോൾ ഇത് നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലത്തെ സ്പാറ്റിൽ ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തടവിയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ചൂട് ഒരല്പം ആറി വന്നപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ കട്ട് ചെയ്യണമെന്നില്ല. ചൂട് മൊത്തത്തിൽ ആറി വന്നതിന് ശേഷം കട്ട് ചെയ്താലും മതിയാകും. ഞാനിതിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇത്തിരി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവയും ക്യാരറ്റും ഉപയോഗിച്ചുള്ള ബർഫിയാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ടെക്സ്ചറിലാണ് ഇത് ഉണ്ടാകുക. ക്യാരറ്റ് ഉപയോഗിച്ച് മാത്രമല്ല നല്ല പഴുത്ത മാങ്ങ ഉപയോഗിച്ചോ ചക്ക ഉപയോഗിച്ചോ ഒക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.